പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി വിഭാഗം പുതിയ ബഹുനില കെട്ടിടത്തിന്റെ 2025 ജനുവരി 11 ശനിയാഴ്ച പകൽ 10 മണിക്ക് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നാടിന് സമർപ്പിക്കുന്നു. നമ്മളെന്തെങ്കിലും പ്രസ് മീറ്റ് നടത്താനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. പെരിനാട് പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ്, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ച് പുതുതായി ഒരു ബഹുനില കെട്ടിടം നിർമ്മിച്ചു. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം 2025 ജനുവരി 11 ശനിയാഴ്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിർവഹിക്കുകയാണ്. ഇതൊരു വലിയ ചടങ്ങായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കുണ്ടറ MLA ശ്രീ PC കൃഷ്ണനാഥ് അവർകളാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമേന്ദ്രൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഇവർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽകുമാർ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി B ജയന്തി, പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ജയകുമാർ, ചിറ്റമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയദേവി മോഹൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മടത്തിൽ സുനിൽ, വാർഡ് മെമ്പർ ശ്രീ G ഗോപകുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും SL സജികുമാർ, രാജുടി പണിക്കർ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണിത്. പെരിനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം കൂടിയാണിത്. കാരണം പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു പള്ളിക്കൂടമായിരുന്നു. ഹൈസ്കൂളാണ് അവിടെ ആദ്യം 1991 അനുവദിച്ചിരുന്നത്. അത് ഘട്ടഘട്ടമായിട്ടാണ് പുതിയ കെട്ടിടങ്ങളും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഒക്കെ സ്കൂളിന് ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ഹയർ സെക്കൻഡറി സ്കൂൾ വന്നതിന് ശേഷം ഞാൻ 2 ബാച്ചാണുള്ളത്. ഒരു സയൻസ് ബാച്ചും ഒരു കോമേഴ്സ് ബാച്ചുമാണ് നമുക്ക് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടു കൂടി മികച്ച സൗകര്യമുള്ള ക്ലാസ് മുറികളാണ് വിദ്യാർത്ഥികൾക്ക്, ആധുനിക സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികളാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ പുതിയതായി ഹ്യൂമാനിറ്റീസിന്റെ ബാച്ച് അനുവദിക്കുന്നതിനോ സയൻസ് ബാച്ച് അല്ലെങ്കിൽ കോമേഴ്സ് ബാച്ച് ഓരോ ബാച്ചും അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം ഈ കെട്ടിടം ലഭ്യമാകുന്നതോടുകൂടി തന്നെ തുടങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ പെരിനാട് പ്രദേശത്തെ ഏറ്റവും മികച്ച ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായി ഇതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി ഞങ്ങളുടെ സംഘാടക സമിതി ലക്ഷ്യമിടുന്നുണ്ട്. കൂടുതൽ മികച്ച കുട്ടികളെ അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലെ സ്ട്രെങ്ത് മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ ഒരു തീരുമാനം കൂടി ഈ സംഘാടക സമിതിയുടെ ഭാഗമായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ ചടങ്ങാക്കി മാറ്റുന്ന എടുക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു വലിയ ചടങ്ങാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പത്രസമ്മേളനം കൂടി ഞങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. സുരേഷ് കുമാർ PTA പ്രസിഡന്റ്, ഗോപകുമാർ വാർഡ് മെമ്പർ, PS സുനിൽകുമാർ പബ്ലിസിറ്റി കൺവീനർ, കിഷോർ SMC ചെയർമാൻ, അരവിന്ദൻ നാലുകണ്ടത്തിൽ പ്രോഗ്രാം കമ്മിറ്റി അംഗം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രസ് മീറ്റ്.